ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഹെന്ന ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഒരുപാട് പേരെന്നോട് കമൻസിലൂടെ ചോദിച്ചിരുന്നു എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന്. കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹെന്ന സീലന്റ് സ്പ്രേ, അതുപോലെ നമ്മുടെ സ്റ്റെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഫ്റ്റർ കെയർ ഓയിൽ ആൻഡ് ബാം ഒക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് റോസ് സീലൻ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓർഗാനിക് റോസസ് വേണം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധാരണ റോസാപ്പൂക്കളാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ചെറുനാരങ്ങയുടെ നീര്, പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഈ സീലൻ്റ് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിൽസിലാക്കി വെക്കുന്നതാണ് നല്ലത്. ഇനി ബോട്ടിൽസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഈ ലിക്വിഡിൽ കോട്ടൺ ബോൾസ് മുക്കി വെച്ചിട്ട് അത് ഈ എണ്ണയുള്ള ഭാഗത്തൊന്ന് തൊട്ട് കൊടുത്താലും മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ റോസാപ്പൂക്കളുടെ ഇതളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ആഫ്റ്റർ കെയർ ഓയിൽ ഉണ്ടാക്കാനും ഞാൻ റോസ് ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അധികം റോസസ് എടുത്തിട്ടുള്ളത്. സീലന്റ് സ്പ്രേ മാത്രമാണെങ്കിൽ ഇത്ര അധികം ഫ്ലവേഴ്സ് വേണമെന്നില്ല. അപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്ത പെറ്റൽസ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 100 ml വെള്ളം എടുത്തിട്ടാണ് റോസ് സീലന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ടുള്ള റോസ് പെറ്റൽസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 30 ഗ്രാം ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചസാര റോസ് പെറ്റൽസിലും വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് അടുപ്പത്ത് തിളപ്പിക്കാൻ വെക്കാം. വളരെ ചെറിയ തീയിലാണ് ഇത് അടുപ്പത്ത് വെക്കേണ്ടത്. ഈ റോസ് പെറ്റൽസിൻ്റെ കളറും അതുപോലെ മണമൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെയാണ് നമ്മൾ അടുപ്പത്ത് വെക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെറ്റൽസിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ട് അത് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കുറച്ച് നേരം ചൂടാറാൻ വെക്കണം. അപ്പോൾ ആ ടൈം വരെ റോസ് പെറ്റൽസ് ഈ വെള്ളത്തിലിരുന്നിട്ട് നമ്മുടെ ഹെന്ന സീലൻറ്റിന് കുറച്ചും കൂടി ഒരു സ്ട്രോങ് എസൻസ് തരും. എന്നിട്ട് നമുക്ക് ഈ റോസ് പെറ്റൽസിനെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റോസ് ഹെന്ന സീലൻ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിൽസിലേക്ക് മാറ്റാൻ നോക്കാം. ഒന്നെങ്കിൽ ഒരു ഫണൽ വഴി നമുക്ക് ഈ ലിക്വിഡ് ഈ സ്പ്രേ ബോട്ടിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലൊരു ബീക്കറിലൂടെ വളരെ സൂക്ഷിച്ച് ബോട്ടിൽസിലാക്കിയാലും മതി. ഈ ഹെന്ന സീലൻ്റ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 വീക്സ് വരെ കേടാവാതിരിക്കും. അതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഒരു 2 മന്ത്സ് വരെ ലാസ്റ്റ് ചെയ്യും. ഏത് കളർ റോസ് ഫ്ലവേഴ്സ് കൊണ്ടും നമുക്ക് ഹെന്ന സീലൻ്റ് ഉണ്ടാക്കാം. ഞാൻ റെഡ് റോസസ് വെച്ചുണ്ടാക്കിയ കാരണം നമ്മുടെ ഹെന്ന സീലൻറ്റിന് വന്ന കളറ് നല്ലൊരു പേൽ റോസ് കളറാണ്. ഇനി നമുക്ക് ലെമൺ ഷുഗർ സീലൻ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 70 ml വെള്ളത്തിലേക്ക് 30 ഗ്രാം പഞ്ചസാരയും 30 ml ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ റോസ് സീലൻ്റ് ഉണ്ടാക്കിയ പോലെ തന്നെ ഈ മിക്സ്ചർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കാം. ചെറിയ തീയിൽ തന്നെയാണ് ലെമൺ സീലൻ്റും തിളപ്പിക്കാൻ വെക്കേണ്ടത്. ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ തിളച്ചാൽ തന്നെ നമ്മുടെ ലെമൺ ഷുഗർ സീലൻ്റ് റെഡി ആവാറുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് പിന്നെ സ്പ്രേ ബോട്ടിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പലതരം ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സിൽ ഹെന്ന സീലൻസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിവിടെ എടുത്തിട്ടുള്ള റോസിനും നാരങ്ങയ്ക്കൊക്കെ പകരം നമുക്ക് മുല്ലപ്പൂവും അതുപോലെ ഓറഞ്ചൊക്കെ വെച്ചിട്ട് സീലൻ്റ് ഉണ്ടാക്കി നോക്കാം. ഹെന്നയെ സീൽ ചെയ്യാൻ സഹായിക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര എന്തായാലും ചേർക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിൽ ഹെന്ന സീലൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ആഫ്റ്റർ കെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 3 ഓയിൽസിൻ്റെ മിക്സ്ചറായിട്ടാണ് ഞാൻ ആഫ്റ്റർ കെയർ ഓയിൽ ഉണ്ടാക്കാറുള്ളത്. അതിൽ ബേസ് ഓയിൽ ഒലിവ് ഓയിലാണ്. പിന്നെ നമ്മൾ ആൽമണ്ട് ഓയിലും അതുപോലെ കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കിതിന് ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലേവർ ആഡ് ചെയ്താലും നമ്മുടെ ഓയിൽസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് ലാസ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആഫ്റ്റർ കെയർ ഓയിലിന് ഫ്ലേവർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റോസ് ഇൻഫ്യൂസ്ഡും അതുപോലെ ഓറഞ്ച് ഇൻഫ്യൂസ്ഡും ആയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ ജെസ്റ്റും അതുപോലെ ഓർഗാനിക് റോസസും ആവശ്യമുണ്ട്. പിന്നെ ഈ ഓയിൽ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റോൾ ഓൺ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ വളരെ നന്നാവും. ഫസ്റ്റ് നമുക്ക് റോസ് ഇൻഫ്യൂസ്ഡ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്ലാസ് ജാറിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഒരു വളരെ നല്ല മോയ്സ്ചറൈസിങ് ഏജൻറ്റാണ്. ശരിക്കും നമ്മുടെ ഹെന്ന സ്റ്റെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒലിവ് ഓയിൽ മാത്രം മതി. പക്ഷേ അത് കൂടാതെ നമ്മൾ ഈ ഓയിൽ റോസ് ഇൻഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ബെനിഫിഷ്യലാണ്. റോസ് ഫ്ലവേഴ്സിൻ്റെ അകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിൻ സെൽസിനെ റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ റോസ് ഇൻഫ്യൂസ്ഡ് ഓയിൽ നമ്മൾ ആഫ്റ്റർ കെയർ ഓയിലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെന്ന സ്റ്റെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഹെൽത്തി ലുക്ക് കൊടുക്കാനും ഈ ഓയിൽ സഹായിക്കും. അപ്പോൾ ഒലിവ് ഓയിൽ എടുത്ത ജാറിലേക്ക് നമ്മൾ നിറയെ റോസ് പെറ്റൽസ് ആഡ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം. ഓറഞ്ച് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ആഫ്റ്റർ കെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ജാറിലേക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്തിട്ട് അത് കുറച്ചും കൂടെ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൂട്ട് അതിലൊരിക്കലും പെടാൻ പാടില്ല. കാരണം ഫ്രൂട്ട് അതിൽ പെട്ടാൽ നമ്മുടെ ഓയിൽ വേഗം നാശമാവും. അപ്പോൾ ഓറഞ്ച് പെടാതെ വേണം നമ്മൾ തൊലി പീൽ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ ഗ്ലാസ് ജാർ നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കുക. ഇനിയാണ് നമ്മൾ റോസും ഓറഞ്ചും ഒക്കെ നമ്മുടെ ഓയിലിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ റോസ് പെറ്റൽസും ഓയിലും അടങ്ങുന്ന ജാറ് ഇറക്കി വെക്കണം. ഗ്ലാസ് ജാർ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമ്മുടെ ഓയിൽ ചൂടാവുമ്പോൾ അതിനകത്തുള്ള റോസ് പെറ്റൽസിൻ്റെ സെൻറ്റും അതുപോലെ അതിൻ്റെ എസൻസും ഒക്കെ നല്ലപോലെ ഓയിലിലേക്ക് ഇറങ്ങി ചെല്ലും. വെള്ളം നല്ലപോലെ ചൂടേറിയ ശേഷം നമുക്ക് ഗ്ലാസ് ജാർ പുറത്തേക്ക് എടുക്കാം. റോസ് ഇൻഫ്യൂസ് ചെയ്ത് അതേപോലെ തന്നെ ഞാൻ ഓറഞ്ചും ഓയിലിൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഒന്നും കൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 2 ജാറും കുറച്ച് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓയിൽസും കൂടെ മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 1 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് എസൻഷ്യൽ ഓയിൽ കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ റോസും അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ വെച്ചിട്ട് ഓയിലിന് ഫ്രാഗ്രൻസ് കൊടുത്തിട്ടുള്ള കാരണം ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. എന്നാലും വേണമെങ്കിൽ ഒരു സ്ട്രോങ് ഫ്ലേവറിന് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ബൗളിലും ഞാൻ ഓയിൽസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ജാർ തുറന്നിട്ട് ഓയിലൊന്ന് അരിച്ചെടുക്കാം. ജാർ തുറന്നപ്പോൾ തന്നെ റോസിൻ്റെ നല്ലൊരു സെൻറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടായി. ഓയിലിൻ്റെ കളർ അങ്ങനെ ചേഞ്ച് ആയിട്ടില്ല, പക്ഷെ നമ്മുടെ റോസിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഓയിലിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഒഴിച്ച ഓയിൽസായിട്ട് ഈ ഇൻഫ്യൂസ്ഡ് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഓറഞ്ച് ഇൻഫ്യൂസ്ഡ് ഓയിലും ബാക്കി ഓയിൽസായിട്ട് മിക്സ് ചെയ്യാം. ഓറഞ്ച് പീലിൽ ധാരാളം വിറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമ്മുടെ അടുത്ത് നിന്ന് ഹെന്ന കോൺസ് വാങ്ങുന്ന ഒരുപാട് ക്ലയൻറ്റ്സ് അതിൻ്റെ ആഫ്റ്റർ കെയർ ഓയിലും കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലയൻറ്റ്സിന് കൂടുതൽ ഉപകരിക്കുന്ന രീതിയിൽ ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ ഓയിൽ റോൾ ഓൺ ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മെത്തേഡിൽ നമ്മൾ ഓയിൽസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള റോസ് പെറ്റൽസും അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് പീലും കൊണ്ടാണ്. അപ്പോൾ മാക്സിമം ഒരു 1 to 2 months വരെ ഈ ഓയിൽ കേടാവാതിരിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഈ ഓയിൽ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള റോസ് പെറ്റൽസും അതുപോലെ ഡ്രൈഡ് ഓറഞ്ച് പീലും യൂസ് ചെയ്തിട്ട് ഓയിൽ ഉണ്ടാക്കാവും നല്ലത്. അങ്ങനെ 2 ഫ്ലേവേഴ്സിലും നമ്മൾ ആഫ്റ്റർ കെയർ ഓയിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആഫ്റ്റർ കെയർ ബാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീസ് വാക്സും ഷിയ ബട്ടറും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 30 ml ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 തരം ഓയിലാണ്: ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ. ഇത് 3ഉം വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെ 30 ml ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഫ്ലേവർ ആഡ് ചെയ്യാൻ എസൻഷ്യൽ ഓയിൽ വേണം. അതുപോലെ ഈ ബാം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ബാം കണ്ടെയ്നറും ആവശ്യമുണ്ട്. ബാം ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം 10 gram ബീസ് വാക്സ് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീസ് വാക്സ് എന്ന് പറയുന്നത് തേനീച്ചകൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള വാക്സാണ്. ഇതിലേക്ക് 50 gram ഷിയ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെ 10 ml വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നതോടുകൂടെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ബൗൾ അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇതിങ്ങനെ ഡബിൾ ബോയിൽ ആകുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മെൽറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിൻ സെൽസിനെ വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഷിയ ബട്ടർ ഷിയ ട്രീസിൽ നിന്നുണ്ടാകുന്ന നട്ട്സിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ബാം സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ മുകളിൽ വളരെ സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ളൊരു ബാരിയർ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഷിയ ബട്ടറിനുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റോളം നമ്മളിതിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും മെൽറ്റായിട്ട് നല്ലൊരു ക്ലിയർ ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ച് വെക്കാനുള്ള ബാം കണ്ടെയ്നർ പെട്ടെന്ന് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയാൽ പിന്നെ അതിൻ്റെ ചൂടാറി തുടങ്ങിയിട്ട് ഈ ലിക്വിഡ് തിരിച്ച് വാക്സ് പോലെയാവും. അപ്പോൾ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബാമിന് ഒരു സെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രോപ്സ് ഓഫ് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലാവൻഡർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിലുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും മെൽറ്റായ ശേഷം എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ ലിക്വിഡ് ഒരു ബീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ബീക്കറിൽ നിന്നാണ് ഞാൻ എന്നിട്ട് ബാം കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ലിക്വിഡിനുള്ള കളറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബീസ് വാക്സിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് വേറൊരു കളറും കൂടെ ആഡ് ചെയ്തിട്ട് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റോസ് പെറ്റൽസ് ഷ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ കണ്ടെയ്നറിൻ്റെ അടിയിൽ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാമിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് സെറ്റായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ബാക്കി വന്ന ലിക്വിഡ് ഒന്നും കൂടെ ചൂടാക്കിയിട്ട് അതിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ലിപ്സ്റ്റിക്കിൻ്റെ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്കിലും വാക്സ് ബേസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഇൻഗ്രീഡിയൻസ് ഉള്ള കാരണം ഈ ലിക്വിഡിൽ നല്ലപോലെ ബ്ലെൻഡ് ആയിക്കോളും. എന്നിട്ട് നമ്മളിതുപോലെ കുറച്ച് നേരം കൂടെ ഡബിൾ ബോയിൽ ചെയ്യാം. എന്നിട്ട് ബേക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കിയുള്ള ബാം കണ്ടെയ്നേഴ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കളർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ബാമിന് ഒരു ഡാർക്ക് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് സെറ്റാകുമ്പോൾ ഒന്നും കൂടെ ലൈറ്റായിട്ട് നല്ലൊരു കളർ വന്നോളും. ഈ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം നമ്മളിതിനൊരു 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ ടൈം കഴിയുമ്പോഴേക്കും നമ്മുടെ ബാം നല്ലപോലെ സെറ്റായിട്ട് ഹാർഡൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബാമിന് നല്ല ഫിനിഷിങ് ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇന്നർ ലിഡ് വെച്ചിട്ട് നന്നായി അമർത്തി മൂടിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അളവിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണെങ്കിൽ 8 ഗ്രാമിൻ്റെ 15ഓളം ബാം കണ്ടെയ്നറിൽ കൊള്ളുന്ന ആഫ്റ്റർ കെയർ ബാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ബാം നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റെയിനിൻ്റെ മുകളിൽ ബാം അപ്ലൈ ചെയ്തതിന് ശേഷം തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3 മാസം വരെ ഇത് കേടുവരാതെ സൂക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ബാം കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ 2 കളേഴ്സിലുള്ള ആഫ്റ്റർ കെയർ ബാം റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെന്ന സ്റ്റെയിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4 hours ആകുമ്പോഴാണ് ഈ ബാം കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവുക. അപ്പോൾ കാണാൻ ഇതുപോലെ ഉണ്ടാവും. ഞാനത് കുറച്ചെടുത്തിട്ട് എൻ്റെ ഹെന്ന സ്റ്റെയിനിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളമായിട്ട് കോണ്ടാക്റ്റ് വരുന്നതിന് മുന്നേ ഈ ബാം നമ്മുടെ ഹെന്ന സ്റ്റെയിനിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി പെട്ടെന്ന് ഫെയ്ഡായി പോവില്ല. നമ്മുടെ ഹെന്ന സ്റ്റെയിന് എങ്ങനെയൊക്കെ നല്ലപോലെ പരിപാലിച്ച് നല്ല ഡാർക്കായിട്ടുള്ള സ്റ്റെയിന് കിട്ടാമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഹെന്ന ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതേപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഹെന്ന ഡിസൈനിങ് ക്ലാസ്സസ് എടുത്ത് കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ ആഗ്രഹമുള്ളതെന്ന് എപ്പോഴത്തെയും പോലെ കമൻസിലൂടെ എന്നെ അറിയിക്കാം. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ക്ലാസ്സസ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.